ഗേൾ ഫ്രണ്ട് വിളിക്കും, ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലാണെന്ന് പറയാൻ പറ്റും. അല്ല, ഞാൻ വേറെ ആളായിട്ട് വന്നുള്ളത്, അപ്പോൾ അവൾക്ക് അറിയില്ല. അപ്പോൾ ഒന്ന് നേഴ്സാന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊടുക്കുക. ഹലോ, നേഴ്സുണ്ട്, നേഴ്സുണ്ട്. ഹലോ. ഹലോ. അവന് ശരിക്കും വയ്യേ? വയ്യാതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താ പറ്റിയത്? വയറിന് വയ്യാന്ന് പറഞ്ഞു വന്നതാ. വയറിനല്ല, അവന്റെ തലക്കാണ് വയ്യാത്തത്. എന്താണ് അവന്റെ സൂക്കേടിപ്പോ അവിടെ? ഞാൻ വയ്യാണ്ടിരിക്കുക, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ ആളിപ്പം പോയിട്ടില്ല. വയ്യാത്ത ആൾക്ക് ഇത്ര ഉഷാറാ സംസാരിക്കാൻ? പിന്നെ ഇപ്പൊ ഡ്രിപ്പ് ഇട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ? കാരണം ഗാർഡിയനായിട്ടൊന്നും ആരും വന്നിട്ടില്ല. എന്നാ ലൈവ് ലൊക്കേഷൻ ഒന്ന് അയക്കോ? എന്റെ ഫോണ് ചാവറായി. നീ വെറുതെ ഉടായ്പ കളിക്കരുത്. ഉടായ്പല്ല, സത്യമായിട്ട് ഉടായ്പല്ല. നേഴ്സിന്റെ ഫോൺ കൊടുത്തേ. ഹലോ. നിങ്ങൾ എന്നെ പറ്റിക്കാണോ? അല്ലല്ല, എന്റെ ജീവിതം ഞാൻ ചത്തു കളയും കള്ളോണെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ, നേഴ്സാണ് അത്. നേഴ്സിന്റെ പേരെന്താ? നേഴ്സിന്റെ പേര് ദേവനന്ദിനി. ദേവനന്ദിനിയോ? എത്ര നേഴ്സ് ഉണ്ട് അവിടെ? ഇവിടെ 2 നേഴ്സ് ഉണ്ട്. നേഴ്സിന്റെ ഫോൺ കൊടുത്തേ, എനിക്ക് വിശ്വാസമില്ല. നേഴ്സാണിത്, നേഴ്സ് ട്രിപ്പ് ഇട്ടിട്ടുള്ളപ്പോ. നിങ്ങൾ ആരാന്ന് വെച്ചാ ഇങ്ങോട്ട് വരണം. ഇയാൾക്ക് നടക്കാൻ പറ്റും തോന്നണില്ല, വയ്യാതെയാ വന്നേ. ഇങ്ങനെ പോയാൽ അവന് നടക്കാൻ പറ്റില്ല. ഞാൻ കൈയും കാലും നല്ല ഓടിക്കും. ഞാൻ ആരുടെയും കൂടെ കറങ്ങി നടക്കാന്ന് ഞാൻ അറിഞ്ഞു. അറിയില്ല, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ആരെങ്കിലും ഒന്ന് വന്നോളൂ. എന്നാ ലൈവ് ലൊക്കേഷൻ അയക്കോ? അതാ അയാൾ അയച്ചത്. കള്ളാണെങ്കിൽ ഞാൻ ചത്ത് കളയും. ദേവനന്ദിനിയുടെ പേര് എഴുതി വെച്ചിട്ടൊക്കെ ഞാൻ ചാവും. ദേവനന്ദിനിയുടെ പേര് എഴുതിട്ടാ? കയ്യബത്തൊന്നും കാണിക്കരുത്. ഇയാള് ഹോസ്പിറ്റലിൽ നിങ്ങൾ തന്നെ വന്ന് കൂട്ടിക്കോ. എനിക്ക് വരാൻ പറ്റില്ല. നീ അതിന് ഇവിടെ അല്ലേ, ബാംഗ്ലൂരല്ലേ? നീ എങ്ങനെ വരാനാ? ഞാൻ വേറൊരു പെണ്ണിന്റെ ഒപ്പം പോയിട്ടില്ല, നേഴ്സാണ്. ശരി, നീ എന്നെ ഇനി എങ്ങനെ വിളിക്കണ്ട. ശരി. ആൾക്കാർ ഇങ്ങനെ ഒന്നും പറ്റിക്കരുത്. ആ കൊച്ചു ബാംഗ്ലൂരിലല്ലേ ഉള്ളത്, നിങ്ങൾ ഇങ്ങനെ പറ്റിക്കണെന്തിനാ? ഞാൻ വേറൊരു കുട്ടീനായിട്ട് ഡേറ്റിന് പോയി. അപ്പൊ എന്ത് വൃത്തിയാ കാണിക്കണേ? എന്നിട്ട് എന്നെ നേഴ്സാന്ന് പറഞ്ഞ ആ കൊച്ചിനെ പറ്റിക്കുന്നു. സത്യത്തിൽ ആ കൊച്ചിനെ സത്യം പറയാ വേണ്ടേ? അയ്യോ, സത്യം പറയരുത്. ഞാൻ ജീവിച്ചു പോയി. എനിക്ക് ജീവിച്ചു പോയി ഇങ്ങനത്തെ ഓരോന്നാണോ കാണിക്കുക? സിൻസിയർ ആയിട്ടുള്ളതാണ് ഇത്. പിന്നെ മറ്റേ സൈഡ് ചിക്ക് എന്റെ കയ്യിലൊന്നും കിട്ടുന്നില്ല. തലമുണ്ട കാശ് പൊട്ടിക്കണേ. സോറി, ഞാൻ ഇഞ്ഞില്ല. ഞാൻ ഇതോടുകൂടി നിർത്തി. ഞാൻ അവളെ ഒഴിവാക്കാൻ പോവാ. ഇവളല്ല, അവളെ. കൊച്ചിന് ഇതറിയോ ഇവിടെ മെയിനും സൈഡും ഉണ്ട് എന്നൊക്കെ ഉള്ളത്? ഇല്ല, കൊണ്ടുവന്ന സൈഡ് ചിക്ക് എന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിന് ഈ മെയിനുള്ള കാര്യം അറിയാവോ? അതറിയൊന്നും അറിയില്ല. പറ്റിക്കുവല്ലേ മനുഷ്യന്മാരെ? ഞാൻ പറ്റിക്കില്ല. പിന്നെ എന്തോ പറ്റിക്കില്ല. ഇല്ല, ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടി. അപ്പൊ അതോ? അതും കല്യാണം കഴിക്കാം. അല്ല, അത് എങ്ങനെയും പറഞ്ഞിട്ട് ഒഴിവാക്കാലോ. കുഴപ്പമില്ല, താങ്ക് യു. എന്തായാലും ഓക്കെ, ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു. റിയാക്ഷൻ വേണ്ടി ചെയ്തതാ. നല്ല റിയാക്ഷൻ അല്ലേ? ശരിക്കും ഇങ്ങനെ വന്നു. അതെന്റെ ഫ്രണ്ടാണ്.